ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹൈദരാബാദ് മലൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ട പോലെ ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്ട് തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇന്നിടാൻ ഒത്തിരി വൈകിപ്പോയി. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് നല്ല ക്ഷീണമായതുകൊണ്ട് നേരെ വിട്ടൊരു കടയിലേക്ക് നമുക്കൊന്ന് ഒരു ലെമൺ ടീ കുടിച്ചിട്ട് വരാം. ഇവിടുത്തെ ലെമൺ ടീ അടിപൊളിയാണ്. ഇത് ചിയാ സീഡ്സ് ആണ്. ചിയാ സീഡ്സ് നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടി അടിപൊളിയാണ്. അത് രാവിലെ വെറും വയറ്റിൽ വെള്ളത്തിൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തടി കുറയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു മിൻറ്റ് ലീഫും തരും. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് തേരാപാര നടക്കാൻ വിചാരിച്ചു. നമ്മുടെ കൂട്ടത്തിൽ സാറുണ്ട്. സാർക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാണ്ട് വരണം. അപ്പോൾ ഇതൊക്കെ ഈ ഭാഗങ്ങളിലെ പ്രദേശങ്ങളാണ് കേട്ടോ. ഈ നമ്മുടെ ഹോസ്പിറ്റലിന് ചുറ്റിപ്പറ്റിയുള്ള ഏരിയകളാണ്. ഈ സ്ഥലത്ത് ഗാന്ധി ചൗക്ക് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഒരു ഗാന്ധിജിൻ്റെ പ്രതിമയുണ്ട്, അതുകൊണ്ട്. പിന്നെ അവിടെ പോയി തേരാപാരയൊക്കെ നടന്ന് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചിതാ ഹോസ്റ്റലിലേക്ക് പോവാണ്. തിരിച്ചെത്തി ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കൂർക്ക കഴുകലാണ്. മെയിൻ ടാസ്ക്കാണത്. അപ്പോൾ കൂടിനായിരുന്ന കുട്ടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് തന്ന് പിന്നെ അതും വീണ്ടും കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് ക്ഷമ എന്ന് പറയുന്നില്ലേ, നമ്മൾ നെല്ലിപ്പലക കാണും കൂർക്ക അരിയാ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ വേറെ എന്തെങ്കിലും നല്ല ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ എൻ്റെ ബാക്കിൽ ഒരാൾ അവിടെ തേരാപാര നടക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഇത് തീരണമില്ല, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺ ടാസ്ക് എന്ന് പറഞ്ഞ പോലെ വളരെ വൺ ടാസ്ക്കാണ്. പുള്ളി വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണ്, തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കണക്കിനാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒത്തിരി ഇതുണ്ടായിരുന്നത്. ഇതന്ന് കേരള സ്റ്റോറി പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ വേഗം കേടാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ എന്താ പറയുക, ഉറക്കം വേണ്ട ഒന്നാമത്തെ ക്ഷീണവും. പിന്നെ ഇന്ന് ഓൾറെഡി ഫിക്സ് ചെയ്തു പോച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തായാലും മുന്നോട്ട് വെച്ച കാലം എന്ന് പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇതാണെങ്കിൽ തീരണമില്ല, ഏകദേശമൊക്കെ കഴിയാറായി. അരക്കിലോ കുറിക്കാനുണ്ടായിരുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേടാവത്തുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ചുമന്നുള്ളി എടുത്തു. ചുമന്നുള്ളി നമുക്കിവിടെ കിട്ടത്തില്ല. കേരള സ്റ്റോറിൽ മാത്രമേ ചുമന്നുള്ളി കിട്ടത്തുള്ളൂ. ചുമന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി. അപ്പോൾ അതവിടെ പോയിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ തെലങ്കാനയിൽ ഇത് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കേരള സ്റ്റോറിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് കൂർക്കയ്ക്ക് ചുമന്നുള്ളി ഇല്ലാണ്ട് പിന്നെ എന്ത് കൂർക്കുപ്പേരി. അപ്പോൾ അങ്ങനെയെല്ലാം വിചാരിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം അതെല്ലാം പൊളിച്ചെടുത്ത് അതുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഈ കൂർക്ക കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വൺ ടാസ്ക്കാണ് ഈ ഉള്ളി അതുപോലെ തന്നെ ചുമന്നുള്ളി എല്ലാം ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഇതെനിക്ക് എൻ്റെ അടുത്ത പ്ലാൻ എന്താ പറഞ്ഞാൽ ഇത് മറ്റേ ഇടിക്കല്ലിട്ടിട്ട് ഇടിക്കുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കെട്ടും പറക്കി എടുത്തിട്ടാണ് ലാസ്റ്റ് ലീവിന് പോയി വന്നപ്പോൾ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഇതാണെങ്കിൽ തൊലി പൊളിച്ചും കഴിയുന്നില്ല. പിന്നെ ഇടിക്കല്ലിട്ടിട്ട് ഇടി തുടങ്ങി. ഇടി അതാണെങ്കിൽ പെട്ടെന്നധികം ചതയൊന്നുമില്ല. ചിലത് ചതയുന്നുണ്ട്, ചിലത് ചതയുന്നില്ല. പിന്നെ അതന്നെ വീണ്ടും അതിനകത്ത് ഇട്ടിട്ട് ഇടിക്കാൻ തുടങ്ങി. കാരണം ഇടിച്ച് നമ്മൾ അതിനകത്ത് ഒരു കടുക് പൊട്ടിച്ചാലാണ് ശരിക്കും ആ കൂർക്കുപ്പേരിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വരത്തുള്ളൂ. വീണ്ടും ഇടി തന്നെ. പിന്നെ അതിന് ശേഷം ഞാനത് വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് അതെല്ലാം മാറ്റി. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടിയാത്ത ചിലതുണ്ടായിരുന്നു, അതും വീണ്ടും ഇതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വെളുത്തുള്ളി എടുത്തു. വെളുത്തുള്ളി വീട്ടിലൊരു യൂസ് ചെയ്യുക, അതുകൊണ്ട് വെളുത്തുള്ളി കിട്ടാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെയില്ല. വെളുത്തുള്ളി എടുത്തു, ഒരു 5 അല്ലിയോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഇങ്ങനെ ഇതുപോലെ തന്നെ ഇടിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇരുന്നത്. അതിനുശേഷം അതെല്ലാം തൊലി കളഞ്ഞ് 5 വേഗം. അതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പാടൊന്നുമില്ലല്ലോ. വേഗം തൊലിയെല്ലാം കളഞ്ഞ് വീണ്ടും നമ്മുടെ ഇടിവണ്ടി എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇടിക്കലാണ് അടുത്ത ടാസ്ക്. ഞാൻ ചുമന്നുള്ളി ഇടിച്ചെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വെളുത്തുള്ളി ഇടിക്കാൻ വേണ്ടി എടുത്തത്. ഏകദേശം എല്ലാം തൊലി പൊളിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം അതെടുത്തു. വീണ്ടും അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടു. വീണ്ടും ഇടിക്കാൻ തുടങ്ങി. എൻ്റെ ഇടീൻ്റെ സൗണ്ട് കേട്ടിട്ട് നാട്ടുകാർ മൊത്തം വരും തോന്നുന്നുണ്ട്. അമ്മാതിരി ഇടിയായിരുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവുമല്ലേ. അപ്പോൾ അവർ വിചാരിക്കുമല്ലോ ഇത് ഈ കൊച്ചിറക്കിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്നത്. പിന്നെ അതെല്ലാം സെറ്റാക്കി ഞാൻ വേഗം ഒരു പ്ലേറ്റിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളി ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതെല്ലാം എടുത്തു. കൂർക്കതാ കഴുകി ഒന്ന് സെറ്റാക്കി കുക്കറിൽ വെച്ചു. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ അങ്ങനെ ചെയ്യാറ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത തവണ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്, ഇതുപോലെയാണ് അമ്മ ചെയ്യണ കണ്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റാക്കി അതിന് ശേഷം കൂർക്ക 2 വിസിൽ ശേഷം കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വന്നിട്ടുണ്ട്. 2 വിസിലാണ്, നമ്മൾ ഇൻഡക്ഷനിലാണ് വയ്ക്കുന്നത്. അതിന് ശേഷം ഒരു പാൻ വെച്ചു. കുറച്ച് ഓയിലാണ് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു. അതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതുപോലെ കടുക്, കറിവേപ്പില. കടുക് ഇത്തിരി കൂടിപ്പോയി, ആ കടുക് പാക്കറ്റ് പൊട്ടി. അപ്പോൾ കുറച്ച് അധികം വീണു. പിന്നെ മാറ്റിയിടാൻ നിന്നൊന്നുമില്ല. കടുക് ഇട്ടു. ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, അടുത്ത് നമ്മുടെ ചുമന്നുള്ളി ഇടാനാണ് പരിപാടി. ഒന്നൊരു രീതിക്ക് ഇതായി വന്ന ശേഷം
നമ്മൾ ചുമന്നുള്ളിടാൻ വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ആ ചുമന്നുള്ളി ഇട്ടാണ്ട് ചുമന്നുള്ളി അധികം അങ്ങോട്ട് ചതഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ അതിൽ കുറഞ്ഞു വിചാരിച്ചു, വെളിച്ചെണ്ണ അല്ല ഓയിൽ, അതൊന്ന് കുറഞ്ഞു വിചാരിച്ചപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും അതിനകത്ത് കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ലേശം ഉപ്പിട്ടു. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പോലെ സാധനങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വഴറ്റി വരും നമ്മൾ പറയുമല്ലോ, അതുകൊണ്ട് തന്നെ വേഗം ഉപ്പിട്ടിട്ടൊന്ന് കടുക് വറ തന്നെ പരിപാടി. പിന്നെ അതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത്. എന്താ ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 2-3 സ്പൂൺ മുളക് പൊടി ഇട്ടു, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. പിന്നെ അതിന് ശേഷം ഒന്ന് ഇതായി വന്നപ്പോൾ അതിനകത്തേക്ക് കൂർക്ക തട്ടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എല്ലാ സൈഡിലേക്കും ഒന്ന് യോജിക്കണമല്ലോ, അപ്പോൾ കൂർക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തുമുളക്. ഇത് നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണ്, എൻ്റെ ചിറ്റ ചെയ്ത് തന്നതാണ്. വീട്ടിൽ ലാസ്റ്റ് ലീവിന് പോയപ്പോൾ മുളക് വാങ്ങിച്ച് പൊടിപ്പിച്ച് അത് എണ്ണയിൽ ഇങ്ങനെ മുരിപ്പിച്ച് തന്നതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യും. എനിക്ക് കൂർക്കേൻ്റെ കൂട്ടത്തിൽ കുത്തുമുളക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അങ്ങനെ ഇടുന്നത്. അല്ലാതെ ചില സമയങ്ങളിൽ ചോറിൽ ഇതിങ്ങനെ മുരിച്ച് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കൂർക്ക ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് കോരി കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. ഇത് സെറ്റായി. പിന്നെ അതിന് ശേഷം എന്താ ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. ഓംലെറ്റ് ഞാൻ ഓൾറെഡി വെച്ച്. പിന്നെ അതുപോലെ സൈഡിൽ കൂടെ കോവയ്ക്കും വറക്കുന്നുണ്ട്. പാൻ വെച്ച്, ഇത് പുതിയൊരു പാൻ വാങ്ങിച്ചത്, ദോശ ഉണ്ടാക്കാൻ വാങ്ങിച്ച പാനാണ്, പക്ഷേ ഇത് എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല കുത്തരി ചോറ്, അച്ചിങ്ങ തോര, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. അച്ചിങ്ങ തോരൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂർക്ക അടിപൊളി മെഴുക്ക് വരട്ടി, ചുമന്നുള്ളിയും അതുപോലെ കുത്തുമുളക് ഇട്ടത്, അതുപോലെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ അടിപൊളിയായിരുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. മുട്ട ഓംലെറ്റ് സെറ്റാക്കി. അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഇത് തോളൂരിൻ്റെയാണ്, ഒരു അപാര ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചാമ്പുളി എന്ന് പറയുന്നത്. പിന്നെ മാങ്ങച്ചാർ, ഞാൻ തോളൂരിൻ്റെ ഒരു ബിഗ് ഫാനാണ്, നല്ല ടേസ്റ്റ് ഒരു ഐറ്റംസൊക്കെ. അതുപോലെ വെളുത്തുള്ളി അച്ചാർ. ഇവിടെ നമ്മുടെ വാഴ കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് വാഴയാണ്. ഞാൻ 2 പൊതിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, എനിക്കും പിന്നെ കൂടെ കേരളത്തിൽ നിന്നുള്ള ആ കൊച്ചിനും. അത് ആദ്യം ചോറ് വെച്ചു, നല്ല മട്ടരീൻ്റെ ചോറ്. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്, എല്ലാം കെട്ടിവലിച്ച് കൊണ്ടുവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ. അതിന് ശേഷം ഞാൻ കോവയ്ക്ക ഫ്രൈ വെച്ചു. അതിന് ശേഷം കൂർക്ക തോരൻ വെച്ചു. കൂർക്ക ഞാൻ എൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട്, വളരെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു അച്ചിങ്ങ തോരൻ അല്ലെങ്കിൽ പച്ചപ്പയർ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയണ പോലെ അതും വെച്ചു. ഇവിടെ പപ്പടം, വലിയ പപ്പടം, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് ഇത് ഓൾറെഡി അതിനകത്ത് വെച്ച്. അതിന് ശേഷം ആ സ്പൂൺ തപ്പിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. ലാസ്റ്റ് ക്ഷമ കേട്ടപ്പോൾ ഞാൻ ദോശത്തവേൻ്റെ ബാക്ക് വെച്ചിട്ടാണ് എടുത്ത്, ഇഞ്ചാമ്പുളി എടുത്ത് അതിനകത്ത് വെച്ചു. അതിനുശേഷം ചെമ്മീൻ അത് ഓൾറെഡി കഴിഞ്ഞു, ചെമ്മീൻ്റെ പൊടിയെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള പൊടി ഇട്ടു. പിന്നെ അതിന് ശേഷം മാങ്ങച്ചാറ് വെച്ചു സെൻറ്ററിൽ. ഇത് നല്ല അച്ചാറാണ്, നല്ല ടച്ചിങ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം വെച്ച് സെറ്റാക്കി. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വയ്ക്കലാണ്. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്, ഇനി എവിടെ സ്ഥലങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു ഗ്യാപ്പിൽ ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. പിന്നെ ഒരു കവർ, നമുക്കിപ്പം വാഴലേൻ്റെ അത്രയും ഒരു കംഫർട്ട് കിട്ടത്തില്ല, നമുക്കത് നന്ന രീതിക്ക് കവർ ചെയ്യാൻ പറ്റുക. വാഴ പറഞ്ഞാൽ അത്യാവശ്യം വലുതുമാണ്, നന്നായി തേവുണ്ട്. ഇത് വെച്ചാൽ പ്ലാസ്റ്റിക് വാഴലല്ലേ. പിന്നെ പറ്റുന്ന രീതിയിലൊന്നും കവർ ചെയ്ത് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് ഏകദേശം ഒരു 1 hour ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കുളിച്ച്, പിന്നെ ആ കുട്ടികളെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത്, പിന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് തുറക്കാൻ തുടങ്ങി. അത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അത് തുറന്നപ്പോൾ തന്നെ എന്നാ ഒരു മണമായിരുന്നു എന്നറിയുമോ. നമ്മളിത് ഇങ്ങനെ കാണാണ്ട് കിടന്നിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. കാരണം നമുക്ക് നാട്ടിലെ ഫുഡ് നമ്മൾ നന്നായി മിസ് ചെയ്യില്ലോ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇതെല്ലാം ഒരു പ്രത്യേക അനുഭവങ്ങളായിരിക്കുമല്ലോ. അതെല്ലാം കുഴച്ച് കുറച്ച് ഇതെടുത്ത് വായിൽ വെച്ചപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇനി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട്, തുടക്കക്കാരനല്ലേ, എല്ലാവരും ക്ഷമിച്ചോളൂ. അതുപോലെ തന്നെ ഭക്ഷണം കുക്കിംഗ് ആണെങ്കിലും എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് അറിയുന്നവർ കുറച്ച് പേര് നമ്മുടെ ആൻറ്റിമാരോടാണെങ്കിലും റിലേറ്റീവ്സിനായിട്ടും ചേച്ചി അതുപോലെ എനിക്ക് പരിചയമുള്ളവർ ചോദിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് ശ്രേയസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഓരോ വീഡിയോസ് ഇരുന്ന് കാണാം. അങ്ങനെ